T20 ക്രിക്കറ്റിലെ ഒന്നാം നമ്പർ ബാറ്ററായ അഭിഷേക് ശർമ്മ ഇപ്പോൾ കടന്നു പോകുന്നത് തന്റെ കരിയറിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ്. ഇന്നിംഗ്സിന്റെ തുടക്കം മുതൽ ആഞ്ഞടിച്ച് ബോളർമാരെ വെള്ളം കുടിപ്പിച്ചിരുന്ന അഭിഷേകിന് ഈ ഒരു ലോകകപ്പിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് എല്ലാവരുടെയും ചോദ്യം. ലോകകപ്പിന് തൊട്ടു മുൻപേറ്റ പരിക്കിൽ നിന്ന് മോചിതനായി താരം ടീമിലേക്ക് എത്തിയപ്പോൾ ആരാധകർക്കും വലിയ ആവേശമാണ് ഉണ്ടാക്കിയത്. അമേരിക്കയ്ക്കെതിരായ ആദ്യ മത്സരത്തിൽ അഭിഷേക് ബാറ്റ് ചെയ്തെങ്കിലും നേരിട്ട ആദ്യ പന്തിൽ തന്നെ താരം പുറത്താകുകയായിരുന്നു. വയറിനുണ്ടായ അസുഖം കാരണം നബീബയ്ക്കെതിരായ മത്സരത്തിലും താരം കളിച്ചിരുന്നില്ല. ഫെബ്രുവരി 15-ന് പാകിസ്ഥാനെതിരായ വളരെ നിർണായകമായ മത്സരത്തിൽ 4 പന്തുകൾ മാത്രം നേരിട്ട അഭിഷേക് ശർമ്മ വീണ്ടും 0-ന് പുറത്തായി. ആ മത്സരത്തിൽ പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ ആഗയുടെ പന്തിൽ ഷഹീൻ ഷാ അഫ്രീദി ക്യാച്ച് എടുത്താണ് താരത്തെ പുറത്താക്കിയത്. ഏറ്റവും ഒടുവിൽ നടന്ന നെതർലൻഡ്സിനെതിരായ T20 ലോകകപ്പ് മത്സരത്തിൽ 3 പന്തുകൾ നേരിട്ട അഭിഷേക് വീണ്ടും 0-ന് പുറത്താകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതാണ് അഭിഷേകിന്റെ ലോകകപ്പിലെ ഇതുവരെയുള്ള പ്രകടനം. പക്ഷേ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് താരത്തെ തള്ളിക്കളയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കാരണം അഭിഷേകിന്റെ കഴിവ് എന്താണെന്ന് ടീമിന് നന്നായി തന്നെ അറിയാം. അദ്ദേഹത്തിന് ഇപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. ഈ ലോകകപ്പിൽ അഭിഷേക് ശർമ്മയ്ക്ക് ഇതുവരെ ഒരു മത്സരത്തിലും അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 40 T20 മത്സരങ്ങളിൽ നിന്ന് 39 ഇന്നിംഗ്സുകളായി അദ്ദേഹം 1297 റൺസ് ഇതുവരെ സ്കോർ ചെയ്തിട്ടുണ്ട്. ഈ കാലയളവിൽ അദ്ദേഹത്തിന് ഉയർന്ന സ്കോർ 135 റൺസാണ്. അദ്ദേഹത്തിന്റെ ശരാശരി 35.05-ഉം സ്ട്രൈക്ക് റേറ്റ് 193.29-ഉമാണ്. ഈ കണക്കുകൾ ടീം മാനേജ്മെന്റ് മുന്നിൽ ഉള്ളതുകൊണ്ടാണ് താരത്തെ ഒഴിവാക്കാതെ ടീമിൽ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. വെറും ഒരൊറ്റ റൺ അഭിഷേകിന്റെ ബാറ്റിൽ നിന്ന് വന്നാൽ കളി ഇന്ത്യയുടെ പരിധിയിലാക്കാൻ അഭിഷേകിന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് താരത്തിനെ ടീം സംരക്ഷിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും. പക്ഷേ ഈ സംരക്ഷണം അധിക നാൾ അഭിഷേകിന് ലഭിക്കാനുള്ള സാധ്യതയില്ല. സൂപ്പർ 8 ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയെ എങ്ങനെയാണ് താരം നേരിടുക എന്നതനുസരിച്ചാകും അഭിഷേകിന്റെ ഇന്ത്യൻ ടീമിലെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത്. ആ മത്സരത്തിലും പരാജയപ്പെട്ടാൽ ടീം മാനേജ്മെന്റ് ഓപ്പണറായി സഞ്ജു സാംസൺ അവസരം നൽകിയേക്കുമെന്നാണ് ക്രിക്കറ്റ് വിദഗ്ധർ തന്നെ പറയുന്നത്. തുടർച്ചയായി 4 മത്സരങ്ങൾ പരാജയപ്പെട്ട ഒരാൾക്ക് വീണ്ടും ഒരു അവസരം നൽകുക എന്നത് വലിയ വിമർശനമാണെങ്കിൽ പോലും സൗത്ത് ആഫ്രിക്കയുടെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള അഭിഷേകിനെ ടീമിൽ എത്തിക്കുന്നത് മൂലം ഒരു മികച്ച പ്രകടനം താരത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യൻ ടീം ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. ഒരുപക്ഷെ ഇന്നിംഗ്സിന്റെ ആദ്യ പന്ത് നേരിടുന്നതിലെ ടെൻഷൻ അഭിഷേകിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ ഇഷാൻ കിഷനെ സ്ട്രൈക്കർ എൻഡിൽ ഇറക്കാനും ടീം മാനേജ്മെന്റ് തയ്യാറായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിലവിൽ താരത്തിന് മേൽ സമ്മർദ്ദം ടീം ചെലുത്തുന്നില്ല എന്ന കാര്യം ഇന്ത്യൻ ബാറ്റിംഗ് കോച്ച് സിദ്ധാൻഷു കോട്ടക് പറഞ്ഞിട്ടുമുണ്ട്. എങ്കിലും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മത്സരമാകും അഭിഷേകിന്റെ മുന്നോട്ടുള്ള കരിയർ നിശ്ചയിക്കുക എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ആ മത്സരത്തിൽ എങ്ങനെയാണോ അഭിഷേക് പ്രകടനം കാഴ്ചവെക്കുന്നത് അതനുസരിച്ച് തന്നെയാകും തുടർന്നുള്ള മത്സരങ്ങൾക്കും അദ്ദേഹത്തെ ടീമിലേക്ക് പരിഗണിക്കുക എന്ന് പറയേണ്ടി വരും. ഓപ്പണർ സ്ഥാനത്ത് സഞ്ജു സാംസനെ പോലെ ഒരു താരം പുറത്തു നിൽക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് അവസരം കൊടുക്കുകയായിരിക്കും ടീം മാനേജ്മെന്റിന്റെ മുന്നിലുള്ള മറ്റൊരു വഴി. അപ്പോൾ അഭിഷേക് ശർമ്മയ്ക്ക് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള വളരെ നിർണായകപ്പെട്ട മത്സരത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ആകാംക്ഷയിലാണ് ആരാധകരും ഇപ്പോൾ ഉള്ളത്.